അഴിക്കുള്ളിലിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴോട്ടുകോണം കൗൺസിലറും BJP നേതാവുമായ ആർ സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്ത വിവരം നിങ്ങൾ അറിഞ്ഞു കാണും. അതേസമയം തന്നെ BJPയെ തളർത്താൻ നോക്കിയ രാഷ്ട്രീയ ഗൂഢാലോചനകളാണ് വീണ്ടും പുറത്തു വരുന്നത്. ജയിലിലെ ആ 5 മിനിറ്റിൽ സംഭവിച്ചത് എന്താണ്? ഒരു ജനപ്രതിനിധിയെ ജയിലിട്ട് പൂട്ടാൻ നോക്കിയവർക്ക് ഹൈക്കോടതി നൽകിയ തിരിച്ചടി എന്താണ്? വിയ്യൂർ ജയിലിലെ ചരിത്രപരമായ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നിലെ അണിയറ കഥകളും നിയമ പോരാട്ടങ്ങളും ഇനി വരാനിരിക്കുന്ന നിർണായക രാഷ്ട്രീയ നീക്കങ്ങളും കൃത്യമായ ഡാറ്റകളോടെ നമ്മൾ വിശകലനം ചെയ്യുകയാണ്. വിയ്യൂർ ജയിലിൽ നടന്ന ഈ സത്യപ്രതിജ്ഞ വെറുമൊരു ചടങ്ങല്ല. അത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPയെയും അതിൻ്റെ ജനപ്രതിനിധികളെയും രാഷ്ട്രീയമായി പൂട്ടാൻ നോക്കിയ ഇടത് ഭരണകൂടത്തിനുള്ള ജനകീയവും എന്നാൽ നിയമപരവുമായ തിരിച്ചടിയാണ്. ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്തിനാണ് സുഗതന് രണ്ടാമതും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നത് എന്നാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPയുടെ കരുത്തരായ കൗൺസിലർമാരെ ഒതുക്കാൻ തുടക്കം മുതൽ തന്നെ ആസൂത്രിത ശ്രമങ്ങൾ നടന്നിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ആദ്യത്തെ സത്യപ്രതിജ്ഞാ തർക്കം ഉടലെടുക്കുന്നത്. ഈശ്വരനാമത്തിലും അതോടൊപ്പം ഭാരതാംബയുടെ ബലിദാനികളുടെയും നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതിനെ നിയമത്തിന്റെ നൂലാമാലകളും പറഞ്ഞ് കോടതിയിൽ ചോദ്യം ചെയ്യുകയായിരുന്നു. രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി നൽകിയ ധീര ബലിദാനികളെയും മാതൃരാജ്യത്തെയും സ്മരിച്ചുകൊണ്ട് നടത്തിയ സത്യപ്രതിജ്ഞയെ അസാധുവാക്കാൻ വലിയ രാഷ്ട്രീയ ലോബിയാണ് പിന്നിൽ കളിച്ചത്. അതെല്ലാം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഒടുവിൽ കോടതി സാങ്കേതിക കാരണങ്ങളാൽ ആ സത്യപ്രതിജ്ഞ അസാധുവാക്കുകയും ഇത്തരത്തിൽ സത്യപ്രതിജ്ഞ റദ്ദാക്കപ്പെട്ട 20 BJP കൗൺസിലർമാരിൽ 19 പേരും നിശ്ചിത സമയത്തിനുള്ളിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് തങ്ങളുടെ ജനകീയ പദവി കാത്തു സൂക്ഷിക്കുകയും ചെയ്തു. എന്നാൽ വാഴോട്ടുകോണം കൗൺസിലറായ ആർ സുഗതന് അതിന് സാധിച്ചില്ല. തുടർന്ന് വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടു. അദ്ദേഹത്തെ രാഷ്ട്രീയമായി തളർത്താൻ ഭരണകൂടം അപ്പോഴേക്കും അടുത്ത കെണിയൊരുക്കി. കേരളത്തിൽ രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കാൻ കാപ്പ അഥവാ കേരള ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് നിയമം ദുരുപയോഗം ചെയ്യുന്നത് ഇതാദ്യമായിട്ടല്ല. ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചൊരു കൗൺസിലർ തങ്ങളുടെ വാർഡിൽ ജനകീയ പ്രവർത്തനം നടത്തുമ്പോൾ അദ്ദേഹത്തെ ക്രിമിനലായി ചിത്രീകരിക്കാൻ പോലീസിനെ ഉപയോഗിച്ച് ഭരണകൂടം ശ്രമം തുടങ്ങി. കഴിഞ്ഞ ജൂൺ 9 വട്ടിയൂർക്കാവ് പോലീസ് ആർ സുഗതനെ അറസ്റ്റ് ചെയ്യുന്നു. കരുതൽ തടങ്കൽ എന്ന പേരിൽ സുഗതനെ നേരെ കൊണ്ടുപോയി തള്ളിയത് തൃശൂർ വിയ്യൂർ സെൻട്രൽ ജയിലിലാണ്. രാഷ്ട്രീയ എതിരാളിയെ ജനങ്ങളിൽ നിന്നും അകറ്റുക, ഒപ്പം നിശ്ചിത സമയത്തിനുള്ളിൽ പുനഃസത്യപ്രതിജ്ഞ ചെയ്യാനായി അനുവദിക്കാതെ അദ്ദേഹത്തിന്റെ കൗൺസിലർ സ്ഥാനം അസാധുവാക്കുക, ഇതൊക്കെയായിരുന്നു രാഷ്ട്രീയ എതിരാളികൾ മെനഞ്ഞ കൃത്യമായ മാസ്റ്റർ പ്ലാൻ. കാരണം കേരള മുനിസിപ്പൽ ചട്ടപ്രകാരം നിശ്ചിത സമയത്തിനകം തന്നെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല എങ്കിൽ കൗൺസിലർ സ്ഥാനം നഷ്ടപ്പെടും. സുഗതനെ അഴിക്കുള്ളിലാക്കിയാൽ BJPയുടെ ഒരു സീറ്റ് ഇല്ലാതാക്കാമെന്ന് വിചാരിച്ചവർക്ക് പക്ഷെ ഒരു കാര്യം തെറ്റിപ്പോയി. BJP നേതൃത്വം തങ്ങളുടെ ജനപ്രതിനിധിയെയും ജനവിധിയെയും സംരക്ഷിക്കാൻ സുപ്രീം കോടതി വരെയുള്ള നിയമവഴികളെക്കുറിച്ച് ബോധവാന്മാരായിരുന്നു. അവർ നിയമ പോരാട്ടത്തിനായി ഉടനടി രംഗത്തിറങ്ങി. ജാമ്യം അനുവദിക്കണമെന്ന സുഗതന്റെ അപേക്ഷ കാപ്പ ഉപദേശക സമിതി തള്ളിയതോടെ പ്രതിസന്ധി രൂക്ഷമായി. കരുതൽ തടങ്കലിലുള്ള പ്രതിയെ യാതൊരു കാരണവശാലും പുറത്തുവിടാൻ കഴിയില്ലെന്ന കടുത്ത നിലപാടാണ് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ കോടതിയിൽ സ്വീകരിച്ചത്. സുഗതന്റെ കൗൺസിലർ സ്ഥാനം എങ്ങനെയെങ്കിലും റദ്ദാക്കിക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ കേസിൽ സ്വീകരിച്ച നിലപാട് ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെടേണ്ട ഒന്നാണ്. ജനാധിപത്യത്തിൽ ജനവിധിയും ജനകീയ കൽപ്പനയും മാനിക്കപ്പെടണം. അത് സംരക്ഷിക്കേണ്ടത് കോടതിയുടെ പരമമായ കടമയാണ്. ഇതായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. അസാധാരണമായ സാഹചര്യങ്ങളിൽ അസാധാരണമായ തീരുമാനങ്ങൾ എടുക്കാൻ കോടതിക്ക് അധികാരമുണ്ടെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഹൈക്കോടതി ആ ചരിത്ര ഉത്തരവ് പുറപ്പെടുവിച്ചു. സുഗതനെ പുറത്താക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വേണ്ടില്ല, തിരുവനന്തപുരം മേയർക്കും കോർപ്പറേഷൻ സെക്രട്ടറിക്കും വിയ്യൂർ ജയിലിൽ ചെന്ന് സത്യവാചകം ചൊല്ലിക്കൊടുക്കാമെന്നത് എന്തായിരുന്നു കോടതിയുടെ അനുമതി. ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ വൈരാഗ്യ ബുദ്ധിയോടെയുള്ള നീക്കങ്ങൾക്ക് മേൽ കോടതി നൽകിയ വലിയൊരു പ്രഹരമായിരുന്നു ഈ വിധി. ജനാധിപത്യം എന്നാൽ കേവലം ഭരണാധികാരികളുടെ ഇഷ്ടാനിഷ്ടങ്ങളല്ല, മറിച്ച് ജനങ്ങളുടെ ശബ്ദമാണെന്ന് കോടതി അവിടെ അടിവരയിട്ട് തിരുത്തി. അങ്ങനെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നേ വരെ കാണാത്ത സവിശേഷമായ നിമിഷത്തിന് വിയ്യൂർ ജയിൽ സാക്ഷ്യം വഹിച്ചു. തിരുവനന്തപുരം മേയർ VV രാജേഷും കോർപ്പറേഷൻ സെക്രട്ടറിയും മറ്റുദ്യോഗസ്ഥരും തൃശൂരിലെ വിയ്യൂർ ജയിലിലേക്ക് തിരിക്കുന്നു. വിയ്യൂർ ജയിൽ ലൈബ്രറി ഹാളിൽ വെച്ചായിരുന്നു ആ ലളിതമായ ചടങ്ങ്. കർശനമായ സുരക്ഷാ വലയത്തിൽ BJP കൗൺസിലർ ആർ സുഗതൻ ഹാജരാക്കപ്പെട്ടു. ഈശ്വരനാമത്തിൽ അദ്ദേഹം ദൃഢപ്രതിജ്ഞ എടുത്തു. വെറും 5 മിനിറ്റ് മാത്രം നീണ്ടുനിന്ന ചടങ്ങ്. സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടൻ തന്നെ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ തിരികെ ജയിൽ മുറിയിലേക്ക് കൊണ്ടുപോയി. പക്ഷെ ആ 5 മിനിറ്റ് കൊണ്ട് തകർന്നടിഞ്ഞത് BJPയെ തോൽപ്പിക്കാൻ ഇറങ്ങി തിരിച്ചവരുടെ കരിനിഴൽ തന്ത്രങ്ങളാണ്. ജയിലിന്റെ തടവറകൾക്കും ജനവിധി തടയാൻ കഴിയില്ലെന്ന് ആ 5 മിനിറ്റാണ് തെളിയിച്ചത്.
കേരള രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ടാണ് ഒരു ജനപ്രതിനിധി ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇത് BJPയുടെ രാഷ്ട്രീയ നിശ്ചയദാർഢ്യത്തിന്റെ വിജയം കൂടിയാണ്. സത്യപ്രതിജ്ഞ വിജയകരമായി പൂർത്തിയായെങ്കിലും പോരാട്ടം എന്തായാലും ഇവിടെയൊന്നും അവസാനിക്കുന്നില്ല. എങ്ങനെയെങ്കിലും നഗരസഭാ ചെയർമാൻ സ്ഥാനം LDFന് തട്ടിയെടുക്കണമെന്ന മോഹം ഇനിയും തുടരുകയാണ്. കൗൺസിലർ പദവി നിലനിർത്താൻ സുഗതന് ഇനിയും കടമകളുണ്ട്. കേരള മുനിസിപ്പൽ നിയമപ്രകാരം തുടർച്ചയായി 3 മാസം അല്ലെങ്കിൽ കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ, ഒരു കൗൺസിലർ മുൻകൂട്ടി അനുവാദം വാങ്ങാതെ മാറി നിന്നാൽ കൗൺസിലർ പദവി റദ്ദാക്കപ്പെടും. സുഗതന്റെ മേൽ ചുമത്തിയിരിക്കുന്ന കാപ്പാ തടവ് ഒഴിവാക്കാൻ ഉപദേശക സമിതി വിസമ്മതിച്ച സാഹചര്യത്തിൽ അടുത്ത 6 മാസത്തേക്ക് അദ്ദേഹത്തിന് ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ സാധിക്കില്ല. ഈ പ്രതിസന്ധി മുൻകൂട്ടി കണ്ടുകൊണ്ട് സുഗതൻ ജയിലിൽ വെച്ച് തന്നെ മേയർക്ക് അവധി അപേക്ഷ നൽകിയിട്ടുണ്ട്. തന്റെ അസാന്നിധ്യം രാഷ്ട്രീയ പ്രേരിതമായ തടങ്കൽ മൂലമാണെന്നും അതിനാൽ 6 മാസത്തേക്ക് അവധി അനുവദിക്കണമെന്നുമാണ് സുഗതന്റെ ആവശ്യം. തക്കതായ കാരണമുണ്ടെങ്കിൽ മേയർക്ക് കൗൺസിലർമാർക്ക് അവധി അനുവദിക്കാമെന്നത് മുനിസിപ്പൽ നിയമത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. എന്നാൽ കാപ്പ കേസിൽപ്പെട്ട പ്രതിക്ക് ഇത്തരത്തിൽ അവധി നൽകാൻ നിയമം അനുവദിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ കോർപ്പറേഷൻ അധികൃതർ ഇപ്പോൾ നിയമോപദേശം തേടിയിരിക്കുകയാണ്. BJPയെ പ്രതിരോധത്തിലാക്കാനായി കോർപ്പറേഷനിലെ എതിരാളികൾ ഈ അവധി അപേക്ഷ നിരസിക്കാൻ തീർച്ചയായും ശ്രമിച്ചേക്കാം, അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്നാൽ കോടതി ജനവിധിക്ക് നൽകിയ പ്രാധാന്യം കണക്കിലെടുക്കുമ്പോൾ സുഗതന്റെ കൗൺസിലർ പദവി അത്ര എളുപ്പത്തിലൊന്നും ഇല്ലാതാക്കാൻ അവർക്ക് കഴിയില്ലെന്നാണ് യാഥാർത്ഥ്യം. വിയൂർ ജയിലിൽ നടന്ന ഈ സംഭവം വ്യക്തമാക്കുന്നത് എന്ത് തന്നെ ആയാലും ഒന്നേയുള്ളൂ: അധികാരബലവും പോലീസ് സംവിധാനം ഉപയോഗിച്ച് ജനകീയ നേതാക്കളെ എത്രയൊക്കെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ജനങ്ങളുടെ വിധിയാണ് ആത്യന്തികമായി വിജയിക്കുക. അത് ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. സുഗതനെ അയോഗ്യനാക്കാനുള്ള രാഷ്ട്രീയ ഗൂഢാലോചനകളെ കോടതിയിലൂടെ തന്നെ BJP പരാജയപ്പെടുത്തി. VV രാജേഷ് എന്ന ദീർഘവീക്ഷണമുള്ള നേതാവിന്റെ നേട്ടങ്ങളാണിതെല്ലാം. തടവറകൾക്ക് ജനങ്ങളുടെ പ്രതിനിധിയെ തളച്ചിടാൻ കഴിയില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഈ സംഭവം നൽകുന്നത്. രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്ന ഭരണകൂടങ്ങൾക്ക് തീർച്ചയായും ഇതൊരു പാഠമാകട്ടെ. എന്തായാലും ഈ ചരിത്ര സംഭവത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.